നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരും അതുപോലെ തന്നെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും തമ്മിലുള്ള കുറേ പ്രശ്നങ്ങൾ. അപ്പം ഇത് ഒരു 10 വർഷം മുമ്പ് ഊബർ വന്ന സമയത്ത്, അതായത് ഓൺലൈൻ ടാക്സികൾ വന്ന സമയത്ത് ഉണ്ടായ പ്രശ്നമാണ്. അത് അവിടവും കഴിഞ്ഞ് ഈ 10 വർഷത്തിന് ഇപ്പുറം നിൽക്കുമ്പോഴും ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്തൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ ലീഗൽ വശങ്ങൾ, എന്തൊക്കെയാണ് കാരണങ്ങൾ, ആർക്കൊക്കെയാണ് പ്രവർത്തിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഒരുപാട് ക്ലാരിഫിക്കേഷനും കിട്ടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറേ ആൾക്കാർക്ക് നല്ല ധാരണയുണ്ട്, എന്നാൽ കുറേ ആൾക്കാർക്ക് ധാരണയില്ല. ഇതൊക്കെ ഒരു പ്രശ്നമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്നാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ് ഇതിലെ കുറ്റവാളികൾ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിൻ്റെ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്നത്, ആരൊക്കെയാണെന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പം ഊബർ, ഒല, ഇതാണല്ലോ നമ്മുടെ നാട്ടിലെ ചർച്ചാ വിഷയം. അപ്പോൾ ആദ്യം തന്നെ ഊബറിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഓൺലൈൻ ടാക്സികളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൺലൈൻ ടാക്സി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമർ ബുക്ക് ചെയ്യുമ്പം വരുന്ന ഡ്രൈവറുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് പോലീസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ടാണ് ഓരോ ആൾക്കാരും ഊബറിലേക്ക് രജിസ്റ്റർ ചെയ്യണത്. അതുപോലെ തന്നെ വണ്ടിയുടെ നമ്പർ, വണ്ടിയുടെ ഡീറ്റെയിൽസ്, ഡ്രൈവറുടെ ഡീറ്റെയിൽസ്, വണ്ടി എത്ര സമയത്തിനുള്ളിൽ പിക്കപ്പിന് വരും, നമുക്ക് എത്രയാണ് ചാർജ്, എവിടേക്കാണ് പോകേണ്ട ഡിസ്റ്റൻസ് എത്ര സമയത്തിനുള്ളിൽ എത്തും എന്നെല്ലാം കൃത്യമായിട്ട് ഒരു കസ്റ്റമറിന് കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ സംവിധാനമാണ് ഊബർ, ഒല എന്നൊക്കെ പറയുന്ന ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോംസ്. ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പം കൃത്യമായിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഊബർ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ചെക്ക് ചെയ്തതിന് ശേഷം പോലീസ് ക്ലിയറൻസ് ഒക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മളിത് ഡ്രൈവറായിട്ട് രജിസ്റ്റർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം. ഇനി അതുപോലെ തന്നെ റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഊബർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു സിസ്റ്റത്തിലാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റൂൾസിൽ ഉൾപ്പെട്ടുകൊണ്ടല്ല അവർ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് പുറമേ പറയുന്നത്. ശരി, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്, സർക്കാർ പറയുന്നത്, കെ ബി ഗണേഷ് കുമാർ മന്ത്രി പറയുന്നത്, ഊബർ അഗ്രിഗേറ്ററി പോളിസി അനുസരിച്ച് കേരളത്തിൽ ലൈസൻസ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഊബറിന് പ്രവർത്തിക്കാൻ യാതൊരു വിധമായ നിയമ തടസ്സങ്ങളും ഇല്ലെന്ന്. അപ്പോൾ കേരളം പിന്നെ പാകിസ്ഥാനിലാണോ? എനിക്കറിയത്തില്ല, എൻ്റെ ഒരു സംശയമാണ്. അതുപോലെ തന്നെ പുള്ളി വേറൊരു കാര്യം പറഞ്ഞു, ഈ ഊബറിന് ചില കള്ളത്തരങ്ങളുണ്ട്, ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇല്ലീഗലായിട്ടാണ്. അതായത് ഊബർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്. ഈ 10 വർഷം കൊണ്ടും നമ്മുടെ കേരള സർക്കാർ, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരാരും അറിഞ്ഞില്ലേ ഈ ഊബർ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇല്ലീഗലാണെന്ന്? ശരി, അങ്ങനെ ഇല്ലീഗലാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ബാൻ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ബാൻ ചെയ്യുന്നില്ല? കസ്റ്റമറിനും അതുപോലെ തന്നെ ഡ്രൈവറിനും സുരക്ഷിതത്വം ഊബർ കൊടുക്കുന്നില്ല. അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും ഡ്രൈവറിനും സേഫ്റ്റി ഇല്ല. അത് ഇല്ലീഗലാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ സാധനം ബാൻ ചെയ്യുന്നില്ല? എൻ്റെ ചോദ്യം അതാണ്. ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇല്ലീഗലായിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു സർക്കാരും ഇത് ബാൻ ചെയ്യല്ലേ? ഇപ്പോൾ ഗോവയിൽ സർക്കാർ ഇപ്പം ടാക്സി ഡ്രൈവർമാരുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ശേഷമാണ് ഗോവൻ സർക്കാർ ഓൺലൈൻ ടാക്സി ഒന്നും ഗോവയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവരിത് ബാൻ ചെയ്തല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ബാൻ ചെയ്യുന്നില്ല? അപ്പോൾ രണ്ട് നിലപാടിൽ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ മന്ത്രി നിൽക്കുന്നു എന്നുള്ളത് പരമസത്യമാണ്, എല്ലാ ആൾക്കാർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെൻറ്റിന് ഒരു നിശ്ചിത ഫീസ് കൊടുത്ത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന നികുതി പൈസ ലഭിക്കാതെയാണ് അല്ലെങ്കിൽ തരാതെയാണ് ഊബർ ഇവിടെ സർവീസ് നടത്തുന്നത് എന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ഊബർ എന്ന് പറഞ്ഞ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ഞാൻ ഏകദേശം 5000-ന് മേളിൽ ഓൺലൈൻ ട്രിപ്പുകൾ എടുത്തിട്ടുള്ള ഒരു ഡ്രൈവറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഓരോ ട്രിപ്പിനും GST ടാക്സ് എന്ന് പറഞ്ഞൊരു നിശ്ചിത ശതമാനം തുക ഊബർ ഞങ്ങളെപ്പോലുള്ള ഡ്രൈവർമാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട്. അത് ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും വേ ബില്ലിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയപ്പോൾ നിങ്ങൾ എത്രയാണ് ഊബറിൻ്റെ സർവീസ് ചാർജ്, അതുപോലെ കമ്മീഷൻ, ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സ് എത്ര രൂപയാണെന്ന് കൃത്യമായിട്ട് കാണിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെന്നേ. അപ്പോൾ ഇത് സർക്കാരിനല്ലേ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലേ വാങ്ങുന്നത്? പിന്നെ ഇത് ആരാണ് വാങ്ങുന്നത്? ഊബറാണോ വാങ്ങുന്നത്? അപ്പോൾ ഈ വാങ്ങുന്ന പൈസയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളെപ്പോലുള്ള ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് ഈ പിടിക്കുന്ന പൈസ എങ്ങോട്ടാണ് പിന്നെ കൊണ്ടുപോകുന്നത്? ഇത് തികച്ചും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ
എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് ഞങ്ങളെപ്പോലെ ഓൺലൈൻ ടാക്സി ഓടുന്ന ഡ്രൈവർമാരൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇനി അതല്ല, നിങ്ങൾക്ക് ടാക്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നികുതി പൈസ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കമ്പനി അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നില്ല? ഇതൊന്നും ചെയ്യാതെ പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരെയും ഈ പറയുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെയും കൂടി തമ്മിലടിപ്പിക്കുന്ന ഒരു നിലപാടെടുക്കാതെ കൃത്യമായിട്ട് സുതാര്യമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഗട്ട്സ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കാണിക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങളെപ്പോലുള്ള ഡ്രൈവർമാർ ഈ പറയുന്ന ഊബർ എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് കമ്പനിയുടെ കുറ്റമല്ലേ? അത് കമ്പനിയുടെ കുറ്റമല്ലേ? ഞങ്ങളുടെ കുറ്റമാണോ? ഞങ്ങൾ ഇത്രയും ടാക്സും ഇൻഷുറൻസും, ഒരു ലോക്കൽ ടാക്സി, അതായത് ഒരു പരമ്പരാഗത ടാക്സി ഡ്രൈവർ എങ്ങനെയാണോ ആ വാഹനം ഓടിക്കുന്നത് അതുപോലെ തന്നെ ടാക്സും GPS-ഉം ഈ പറയുന്ന ഫിറ്റ്നസ്സും ഇൻഷുറൻസും എല്ലാം എടുത്തുകൊണ്ടാണ് നമ്മളും സർവീസ് നടത്തുന്നത്. അതും ഓൾ കേരള എവിടുന്നും നമുക്ക് ട്രിപ്പ് എടുക്കാനുള്ള അധികാരമുണ്ട്. ഹൈക്കോടതി 2017 ഹൈക്കോടതിയുടെ വ്യക്തമായ ഉത്തരവ് നമ്മുടെ കയ്യിൽ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഡേറ്റ് ഞാൻ പറയാം, 9 തീയതിയാണ്. ഇന്ന് കൃത്യമായിട്ട് രാവിലെ നമ്മുടെ ന്യൂസിൽ പറയുന്നുണ്ട്, ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നുണ്ട്, ഓൺലൈൻ ടാക്സി എവിടെ തടഞ്ഞാലും തടയുന്ന ഡ്രൈവർമാർക്കെതിരെ കൃത്യമായിട്ട് ലൈസൻസ് റദ്ദാക്കുമെന്നും പറയുന്നുണ്ട്. ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെയോ ഓൺലൈൻ ടാക്സിയോ ഗതാഗത നിയമപ്രകാരം അവർക്ക് ഇവിടെ ഓടാനുള്ള എല്ലാ അവകാശവുമുണ്ട്, യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അവരെ എവിടെയെങ്കിലും സ്ഥലത്ത് പ്രാദേശികമായി പിടിച്ചു നിർത്തുന്ന നിയമവിരുദ്ധമാണ്. കർശന നടപടി എടുക്കും അതിലല്ലേ? കർശന നടപടി എടുക്കും. ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, എന്റെ ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന കാര്യം, ഇത്തരം ഗുണ്ടായിസം കാണിക്കുന്ന ആളുകളുടെ ലൈസൻസ് അങ്ങ് റദ്ദാക്കും. പിന്നെ ഈ പറഞ്ഞ സമരവും ചെയ്യേണ്ടി വരത്തില്ല, ഗുണ്ടായിസം കാണിക്കേണ്ടിയും വരത്തില്ല, ഡ്രൈവ് ചെയ്യേണ്ടി വരത്തില്ല, വേറെ ഈ ചട്ടമ്പിത്തരമായിട്ട് ജീവിക്കാൻ വേണമെങ്കിൽ. തമാശയായിട്ട് പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. പിന്നെ ചട്ടമ്പിത്തരം കൊണ്ട് ജീവിക്കാം, പക്ഷെ വണ്ടി ഓടിച്ച് ജീവിക്കാൻ നോക്കില്ല. ഇത്തരം ഗുണ്ടായിസം കാണിക്കുന്നവർ ശ്രദ്ധിക്കുക, ലൈസൻസ് പോകുമ്പോൾ ഒറ്റയ്ക്കേ കാണൂ, ആരാ കൂടെ വന്നവർ കാണത്തില്ല. ഇപ്പൊ മൂന്നാറിൽ വേളം ഉണ്ടാക്കിയാൽ 3 പേരുടെ ലൈസൻസ് പോയുള്ളൂ, അവരൊറ്റയ്ക്കായി, മറ്റവർ പോയി. ഏതാ നമ്മളെ നിയമപ്രകാരമാണ് ചെയ്യുന്നത്, അല്ല നിയമവിരുദ്ധമായ കാര്യമല്ല. അവരിനി കോടതിയിൽ പോയാൽ ബഹുമാനപ്പെട്ട കോടതി പോലും ഇത് അംഗീകരിക്കത്തില്ല, ഇത്തരം ഗുണ്ടായിസം ഒന്നും അംഗീകരിക്കത്തില്ല. അതിനൊന്നും കോടതിയിൽ പോയി വാങ്ങിക്കാമെന്ന് വിചാരിക്കരുത്, കോടതി ഇത് ഒട്ടും അംഗീകരിക്കത്തില്ല, ഇത്തരം ഗുണ്ടായിസങ്ങൾ ഒരിക്കലും അംഗീകരിക്കും. അതുപോലെ തന്നെ ഇതിന് കൃത്യമായിട്ടൊരു നിയമം കൊണ്ടുവരിക, അതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഒരു 3-3.5 വർഷം കൊണ്ട് ഓടുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, കൃത്യമായിട്ടൊരു നിയമം കൊണ്ടുവന്നാൽ ഇത് കൃത്യമായിട്ട് നടപ്പാക്കാൻ പറ്റും. അത് ചെയ്യാതെ ഇത് ടാക്സി ഡ്രൈവർമാർ, ലോക്കൽ ടാക്സി ഡ്രൈവർമാർ ഇങ്ങനെയാണ്, ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ കാലമല്ല, ഇതിപ്പോൾ 2026 നമ്മൾ കടക്കുകയാണ്. പണ്ട് നമ്മുടെ സർക്കാർ പറയുമായിരുന്നു, കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തി, കമ്പ്യൂട്ടർ തലയിൽ ചുമന്നുകൊണ്ട് സമരം നടത്തിയ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അന്ന് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ജോലി പോകും, അത് പോകും, ഇത് പോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രക്ഷോഭവും സമരങ്ങളും ഒക്കെ ആയിരുന്നു കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യും? ഇപ്പം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ എല്ലാ പ്രൈവറ്റ് മേഖലയും പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടറിലാണ്. അപ്പം ഒരു കാലത്തിനനുസരിച്ച് മാറാതെ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തർക്കിക്കാതെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ ശ്രമിക്കണം. പണ്ട് ഹോട്ടലിൽ പോയി കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ ഹോട്ടലിൽ പോയി കഴിക്കാതെ അവർക്ക് ഇച്ചിരി പൈസ കൂടുതലായാലും കുഴപ്പമില്ല, സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് അവർ ഫുഡ് വാങ്ങുന്നത് എന്നും വെച്ച് ഹോട്ടലുകാർക്ക് സമരം നടത്താൻ പറ്റുമോ? സമരം നടത്തി എത്ര നാൾ നടത്താൻ പറ്റും? അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ദഹിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഫ്ലിപ്കാർട്ടും ആമസോണും ഇവിടെ കച്ചവടം നടത്തുന്നു എന്ന് വെച്ച് നാട്ടിലെ കടകളെല്ലാം പൂട്ടി പോവുകയാണോ? അവർക്ക് കച്ചവടമില്ലേ? അതായത് ഈ നാട്ടിൽ 2 സിസ്റ്റം എല്ലാം ഒന്ന് തന്നെയാണ്. അത് ഓൺലൈൻ ഓഫ്ലൈൻ എന്ന് മാത്രമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യും, അത് ഓഫ്ലൈൻ പർച്ചേസ് ചെയ്യുന്നവർ ഓഫ്ലൈൻ പർച്ചേസ് ചെയ്യും. അത് അവരുടെ ചൂസാണ്. സഞ്ചാര സ്വാതന്ത്ര്യവും തൊഴിൽ ചെയ്യാനുള്ള അവകാശവും എല്ലാം ഒരുപോലെയാണ്. ഒരാൾക്ക് തീരുമാനിക്കുക അദ്ദേഹത്തിന് ഏത് മാർഗമാണ് സഞ്ചരിക്കേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെതിരെ തടസ്സം നിൽക്കുകയാണെങ്കിൽ അത് വലിയ കുറ്റമാണ്, അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഓൺലൈൻ കാലഘട്ടമായ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ടാക്സി ഡ്രൈവർമാർ, ലോക്കൽ ടാക്സി ഡ്രൈവർമാരോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും ഉടനെ ഇതിനൊരു നിയമ സംരക്ഷണം ഉണ്ടാവും. ഈ ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങളെപ്പോലെ നിങ്ങളും ഓൺലൈൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരിക. നമുക്കും നിങ്ങൾക്കും ഒരേപോലെ മാന്യമായ വേതനം കിട്ടുന്നൊരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ അതിൽ നിലനിൽക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഈ പറയുന്ന ഊബർ എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ 10 വർഷം കൊണ്ടിവിടെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പം നമ്മളും ഈ പറയുന്ന കണക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഊബറിന് പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ട്, അതിനുള്ള റൂൾസും ഉണ്ട്, നിയമവും ഉണ്ട്. കേരളത്തിൽ ഊബറിന് ട്രിപ്പ് എടുക്കാൻ എന്നുള്ളതിൻ്റെ ഹൈക്കോടതി ഉത്തരവും ഉണ്ട്. നിലവിൽ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ പോയും ട്രിപ്പ് എടുക്കാം. അപ്പോൾ അതിന് തടയാനുള്ള യാതൊരു വിധമായ അവകാശവും, അല്ലെങ്കിൽ ഗുണ്ടായസം, അടിച്ചമർത്തൽ, തെറിവിളി, കസ്റ്റമറൊക്കെ വണ്ടി ഇരിക്കുമ്പോഴൊക്കെയാണ് ചീത്ത കളിക്കുന്നത്, ഇതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ അതിഥി ദേവോ ഭവ, നമ്മൾ അതിഥികളെ സ്വീകരിക്കുന്നൊരു
നിലപാടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവമുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പം ഗസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നാലേ നമുക്ക് ഇവിടെ പലതരത്തിലുള്ള വികസനങ്ങളുണ്ടാവും. ഈ പറയുന്ന ടൂറിസ്റ്റ് മേഖല ആയിക്കോട്ടെ, അതുപോലെ തന്നെ കച്ചവട മേഖല ആയിക്കോട്ടെ, അതുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നേ. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ വണ്ടി തടയുന്ന കേസ് ഉണ്ടായി കഴിഞ്ഞാൽ, പണ്ടത്തെ കാലമല്ല, ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണാണ്. ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു കേരളത്തിൻ്റെ കാര്യം. ഇപ്പോൾ മൂന്നാറിലെ സംഭവം അറിയാമല്ലോ, ഇപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ മൂന്നാർ ടൂറിസ്റ്റുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ ഒരു സംഭവം കത്തിക്കയറുന്നതനുസരിച്ച് മൂന്നാറിലെ ടൂറിസം വളരെ രീതിയിൽ നശിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ നശിച്ചാൽ ആർക്കാണ് നഷ്ടം? ടാക്സി ഓടുന്ന ടാക്സി ഡ്രൈവർമാർ, അതുപോലെ ഞങ്ങളെപ്പോലുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ, മൂന്നാറിലെ കച്ചവടക്കാർ, ഇവരൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നശിക്കുന്നത് നമ്മുടെ നാട് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളുകയാണ്, ഇങ്ങനെയുള്ള യാതൊരുവിധമായ പ്രകോപനപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടാതെ ഇതിനൊരു നിയമ സംരക്ഷണം എന്തായാലും ഉടനെ ഉണ്ടാകും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ ആരും ആരെയും ഉപദ്രവിക്കാതെ നല്ല രീതിയിൽ പോവുക. നിങ്ങളും ഡ്രൈവർമാരാണ്, നമ്മളും ഡ്രൈവർമാരാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാം ഒരേ പണിയാണെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ യാതൊരുവിധമായ പ്രകോപനങ്ങളും ആരും ചെയ്യരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.